നമുക്ക് അപ്പം കോഡിങ്ങിലേക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ കോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അറ്റ്മൽ സ്റ്റുഡിയോ അല്ലെങ്കിൽ മൈക്രോചിപ്പ് സ്റ്റുഡിയോ. ന്യൂ വെർഷൻ അത് മൈക്രോചിപ്പ് സ്റ്റുഡിയോ 7 എന്നാണ് അറിയപ്പെടുന്നത്. എൻ്റെ കയ്യിൽ കിടക്കുന്നത് പഴയ വെർഷനാണ് അറ്റ്മൽ സ്റ്റുഡിയോ. അത് ഞാൻ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അത് ഡയറക്റ്റ് ഇൻസ്റ്റാളേഷനാണ്. നിങ്ങൾക്ക് ഓൺലൈനിൽ ചെന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പണായി വരും. ഈ വിൻഡോയിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു പ്രൊജക്റ്റാണ്, ന്യൂ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാൻ ആ ന്യൂ പ്രൊജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമുക്ക് GCC എക്സിക്യൂട്ടബിൾ ഫയലാണ്. ഓക്കെ, GCC എക്സിക്യൂട്ടബിൾ ഫയലാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. GCCയുടെ C എക്സിക്യൂട്ടബിൾ. ഓക്കെ, കാരണം നമ്മൾ എംബഡഡ് Cയിലാണ് കോഡ് ചെയ്യാൻ പോകുന്നത്. അതിന് ശേഷം താഴെ അതിനൊരു പേര് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ തൽക്കാലം GPIO ഔട്ട്പുട്ട് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഔട്ട്പുട്ടാണല്ലോ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ലൊക്കേഷൻ, ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിലാണ് അതിൻ്റെ ലൊക്കേഷൻ ഇട്ടിരിക്കുന്നത്. ജസ്റ്റ് ഓക്കെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത് ചോദിക്കുന്നത് അറ്റ്മലിൻ്റെ ഏത് മൈക്രോ കൺട്രോളറാണെന്നാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ കാണാം, കുറേ ഉണ്ട്, 100 കണക്കിന് മൈക്രോ കൺട്രോളർ ഉണ്ട്. നമുക്ക് ഉപയോഗിക്കേണ്ട മൈക്രോ കൺട്രോളർ അറ്റ്മേഗ 328P ആണ്. 328 എന്ന് ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യുമ്പം 328ൻ്റെ വേരിയൻസ് വരും. അതിൽ നമ്മൾ 328Pയിലാണ് കോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മളത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് വരുമ്പോൾ തന്നെ ഒരു വിൻഡോ ഓപ്പണായി വരും. അതായത് ഇത് ആരാണ് കോഡ് ചെയ്യുന്നത്, എന്നാണ് ക്രിയേറ്റ് ചെയ്തത്, അതിൻ്റെ പേരെന്താണെന്നുള്ളത് വരും. പിന്നെ ഒരു മെയിൻ ഫംഗ്ഷൻ വരുന്നുണ്ട്. ഒരു വൈൽ 1 നിങ്ങൾക്ക് കാണാം. ഈ വൈൽ 1 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് ലൂപ്പാണ്. അതായത് അത് കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതുന്ന എല്ലാ കോഡും കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഈ മെയിൻ്റെ ഉള്ളിൽ നമ്മൾ ഇവിടെ എഴുതുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 1 ടൈം റൺ ചെയ്യും. റൺ ചെയ്തതിന് ശേഷം പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അത് പുറത്തേക്ക് വരില്ല, കാരണം അത് ഇൻഫിനിറ്റ് ലൂപ്പാണ്. അതിൻ്റെ ഉള്ളിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മളിവിടെ എഴുതേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ട ഇനിഷ്യലൈസേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിവിടെ എഴുതുന്നത്. ഓക്കെ, അപ്പം ജസ്റ്റ് തുടങ്ങാം. അപ്പോൾ ഇതിനകത്ത് മുമ്പ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കേസ്, നമ്മുടെ മൈക്രോ കൺട്രോളർ അറ്റ്മേഗ 328 ആണ്. അപ്പോൾ നമ്മൾ ഈ മൈക്രോ കൺട്രോളറിൻ്റെ കോഡിങ് തുടങ്ങുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം എത്രയാണ് അതിൻ്റെ ക്ലോക്ക് ഫ്രീക്വൻസി നമ്മൾ കൊടുക്കുന്നത്. കാരണം അതനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ഫങ്ഷനിങ്ങും ഒക്കെ വരുന്നത്. അപ്പോൾ ക്ലോക്ക് ഫ്രീക്വൻസി എത്രയാണെന്നുള്ളത് നമ്മൾ ഈ കോഡിലൂടെ തന്നെ മൈക്രോ കൺട്രോളറിന് ആദ്യമേ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ ചെയ്യണത് ഈ ഒരു കോഡ് ഉപയോഗിച്ചിട്ടാണ്. define small #define fCPU f_CPU. f means frequency, CPUയുടെ ഫ്രീക്വൻസി 16 MHz ആണ്. ഞാൻ പറഞ്ഞില്ലേ 16 MHz ആണ്. അപ്പോൾ 16000000 UL എന്ന് പറഞ്ഞാൽ അൺസൈൻഡ് ലോങ്. അതൊരു ഡേറ്റ ടൈപ്പാണ്. ആ വാല്യൂവിൻ്റെ ലെങ്ത്ത് ഇത്ര അൺസൈൻഡ് ലോങ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അത് നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളിവിടെ AVR_IO.h എന്ന് പറയുന്നത് അത് AVRൻ്റെ മൈക്രോ കൺട്രോളേഴ്സിനുള്ള ഒരു ഹെഡർ ഫയലാണ്. അവർ തരുന്ന ചുരുക്കം കുറച്ച് ഹെഡർ ഫയലുകളിൽ ഒന്നാണത്. അതിനകത്താണ് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻസ്, AVRൻ്റെ മൈക്രോ കൺട്രോളറിൻ്റെ രജിസ്റ്റേഴ്സിൻ്റെ പേര് തുടങ്ങിയ കാര്യങ്ങളെല്ലാം സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനകത്താണ്. അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അതിന് മനസ്സിലാവില്ല ഇതെന്താണെന്നുള്ളത്. ഓക്കെ, സോ അത് എന്തായാലും ഇൻക്ലൂഡ് ആയിരിക്കണം, കാരണം നമ്മൾ പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അത് വരും. ഓക്കെ, ഇനി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനുള്ളത്, നമ്മൾ ഈ കോഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഡിലേ ആവശ്യമാണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന കോഡിൽ ഒരു ഡിലേ ആവശ്യമാണ്. അപ്പം ആ ഡിലേ ഒരു ഹെഡർ ഫയലിലാണ് കിടക്കുന്നത്. ആ ഹെഡർ ഫയൽ നമുക്കിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. #include util/delay.h. അതാണ് ഡിലേയുടെ ഹെഡർ ഫയൽ. ഇതിൻ്റെ എല്ലാം ഏതൊക്കെ ഹെഡർ ഫയൽസ് ഉണ്ട്, അതിൻ്റെ എല്ലാം ഫങ്ഷനാലിറ്റി എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കോഴ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളിവിടെ ഈ ഡിലേ എടുക്കുന്നത് നമുക്ക് ഡിലേ ഫംഗ്ഷൻ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, സോ നമ്മൾ എന്നിട്ട് ഇനി ചെയ്യാൻ പോകുന്നത് എന്താ, നമ്മൾ ഇതിനെ ഒരു പിന്നെടുക്കുക. ആ പിന്നിനെ മൈക്രോ കൺട്രോളറിൽ ഹൈയും ലോവും ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന പരിപാടി ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. കമൻറ്റ് ചെയ്തിട്ട് ഞാനിവിടെ പറയാണ് മേക്കിംഗ് പിൻ B5, അതായത് പോർട്ട് ബിയിലെ 5 അതിനെ ഔട്ട്പുട്ട് പിന്നാക്കാണ്. ഔട്ട്പുട്ട് പിൻ. ഓക്കെ, അതാക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞ കേസ് എന്താണ്, ആദ്യം തന്നെ നമ്മൾ ഡേറ്റ ഡയറക്ഷൻ രജിസ്റ്ററിൻ്റെ ആ കറസ്പോണ്ടിങ് ബിറ്റിനെ
നമ്മൾ 1 ആക്കി കഴിഞ്ഞാലാണ് അത് ഔട്ട്പുട്ട് ആവുന്നത് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു ബിറ്റ് വൈസ് ഓപ്പറേഷൻ ഉപയോഗിക്കണം. ആ ബിറ്റ് വൈസ് ഓപ്പറേഷനാണ് DDRB, അതായത് ഡേറ്റ ഡയറക്ഷൻ രജിസ്റ്റർ ബി ഓർ ഈക്വൽ ടു എന്താണ് 1 ലെഫ്റ്റ് ഷിഫ്റ്റ് DDB 5. അതായത് ഡേറ്റ ഡയറക്ഷൻ രജിസ്റ്ററിൻ്റെ B5 എന്ന് പറയുന്ന ബിറ്റിലേക്ക്, അതായത് 8 ബിറ്റ് രജിസ്റ്ററാണ്, അതിൻ്റെ B5 അതാണ് പോർട്ട്. ആ ബിയിലെ 5ാമത്തെ പിന്നിനെ കൺട്രോൾ ചെയ്യുന്ന പിന്ന് അല്ലെങ്കിൽ ബിറ്റ് അതാണ്. ആ ബിറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, 1 റൈറ്റ് ചെയ്യാണ്. അങ്ങനെ റൈറ്റ് ചെയ്യുമ്പോൾ അതൊരു ഔട്ട്പുട്ട് പിന്നായിട്ട് മാറും. ഓക്കെ, അപ്പോൾ അത് അതിന് മനസ്സിലായി, സന്തോഷം. അതിന് ശേഷം നമ്മൾ ഇൻഫിനിറ്റ് ലൂപ്പിലേക്ക് കയറാണ്. ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, അപ്പോൾ ആ പിന്ന് ഔട്ട്പുട്ടാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിന് ശേഷം ഞാൻ ആ മുന്നേ ഉള്ള PPT നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ഔട്ട്പുട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പോർട്ടെക്സ് എന്ന് പറയുന്ന രജിസ്റ്ററാണ്. പോർട്ടെക്സ് എന്ന് പറഞ്ഞ രജിസ്റ്ററിൽ ഏത് പിന്നാണോ നമുക്ക് ഹൈയും ലോ ആക്കേണ്ടത് അതനുസരിച്ച് നമ്മൾ ബിറ്റ് വൈസ് ഓപ്പറേഷൻ ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ എനിക്ക് എന്താണ് B5 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, പോർട്ട് B എന്ന് പറയുന്ന രജിസ്റ്ററിൻ്റെ ആദ്യം തന്നെ 1 ആക്കുകയാണ്. ഓർ ഈക്വൽ ടു 1 ലെഫ്റ്റ് ഷിഫ്റ്റ് പോർട്ട് B5. പോർട്ട് B5 എന്നുള്ളത് അവിടേക്ക് 1 ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്താൽ പോർട്ട് പോർട്ട് B എന്നുള്ള ടോട്ടൽ 8 ബിറ്റ് രജിസ്റ്ററിൻ്റെ പോർട്ട് B5 എന്നുള്ള ലൊക്കേഷനിലേക്ക് 1 എന്നുള്ള സാധനം നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. ഇതൊരു ഓർ ഓപ്പറേഷനാണ്. ഡീറ്റെയിൽഡ് അതിൻ്റെ പ്രോസസ്സ് നമ്മൾ വ്യക്തമായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് ക്ലാസ്സിൽ. സോ ജസ്റ്റ് ഇപ്പോൾ നമുക്കിത് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. 1 ആക്കാനായിട്ടുള്ള കമാൻഡ് ഇതാണ് എന്നുള്ളത് മനസ്സിലാക്കാം. അതിന് ശേഷം എന്ത് ചെയ്യണം, അപ്പോൾ അത് 1 ആയി അല്ലേ. അപ്പോൾ ആ പിന്ന് 1 ആയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഹൈ വോൾട്ട് വന്നിട്ടുണ്ട്. 1 എന്നുള്ള വോൾട്ട്, ഡിജിറ്റൽ ഹൈ എന്ന് പറഞ്ഞത് 5 വോൾട്ടാണ്, അത് വന്നിട്ടുണ്ടാവും ആ പിന്നിൽ. എന്നിട്ട് നമ്മളത് അവിടെ കുറച്ച് നേരം ഹോൾഡ് ചെയ്യിക്കണം. എനിക്കൊരു 1 സെക്കൻഡ് ടൈം ഹോൾഡ് ചെയ്യിക്കണം. അപ്പോൾ അതിനകത്തുള്ള കമാൻഡ്, ഡിലേ എടുക്കാനുള്ള കമാൻഡ് _ ഡിലേ MS ബ്രാക്കറ്റിൽ എത്ര മില്ലി സെക്കൻഡ് ഡിലേ. എനിക്ക് 1000 മില്ലി സെക്കൻഡാണ് വേണ്ടത്. അപ്പോൾ ഞാൻ 1000, അതാണ് 1 സെക്കൻഡ് ഡിലേ. 1 സെക്കൻഡ് ഡിലേ. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ചെയ്തത് എന്താ, ഔട്ട്പുട്ട് മേക്ക് പിൻ B5 ഈക്വൽ ടു 1 അല്ലേ. അതാണ് നമ്മൾ മുമ്പ് ചെയ്തത്. എന്നിട്ട് ഒരു ഡിലേ കൊടുത്തു. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഡിലേ കഴിഞ്ഞിട്ട് ഇതിനെ എന്ത് ചെയ്യണം, ഓഫ് ആക്കണം. ആ പിന്നിനെ ലോ ആക്കണം. അതിനുള്ള കമാൻഡ് എന്താണ്, അതിനുള്ള കമാൻഡ് അതും ഇതുപോലെ ഒരു ബിറ്റ് വൈസ് ഓപ്പറേഷനാണ്. പോർട്ട് B അതിൻ്റെ ബിറ്റ് വൈസ് ഓപ്പറേഷൻ ആൻഡ് ഈക്വൽ ടു ടിൽഡ്, അതായത് കോംപ്ലിമെൻറ്റ് ടിൽഡ് 1 ലെഫ്റ്റ് ഷിഫ്റ്റ് പോർട്ട് B5. ഇങ്ങനെ ചെയ്യുമ്പോൾ പോർട്ട് B5 എന്തായി മാറും, 0 ആയി മാറും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യണേ, ഞാൻ കമൻറ്റ് ചെയ്യുന്നത് മേക്ക് പിൻ B5 ഈക്വൽ ടു 0. അപ്പോൾ അത് 0 ആയി. അതിന് ശേഷം ഞാൻ എഗെയിൻ ഒരു ഡിലേ കൊടുക്കും അല്ലേ. എന്തിനാത്, കാരണം അവിടെ കുറച്ച് നേരം ഹോൾഡ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കത് കാണാൻ പറ്റില്ല. അങ്ങനെയാണ്. അപ്പോൾ നമ്മളൊരു 1 സെക്കൻഡ് ഡിലേ കൊടുത്തു. ഓക്കെ. അതിന് ശേഷം ഈ വൈൽ ലൂപ്പ് ഓൾറെഡി ക്ലോസ്ഡ് ആണ്, മെയിനും ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത് എന്താണ്, വളരെ സിമ്പിൾ കേസാണ്. പോർട്ട് ബിയിലെ 5ാമത്തെ പിന്നിനെ നമ്മൾ ഔട്ട്പുട്ടായിട്ട് സെറ്റ് ചെയ്തു ആദ്യമേ തന്നെ. ദെൻ ഇൻഫിനിറ്റ് ലൂപ്പിൽ ആ പോർട്ട് ബിയിലേക്ക് ആദ്യം നമ്മൾ 1 റൈറ്റ് ചെയ്തു, അപ്പോൾ അത് ഹൈ ആയി. ഒരു ഡിലേ കൊടുത്തു 1 സെക്കൻഡ്. അതിന് ശേഷം അതിനെ 0 ആക്കി. ദെൻ ഒരു സെക്കൻഡ് അഗെയിൻ ഡിലേ കൊടുത്തു. അതിന് ശേഷം തിരിച്ച് ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ബേസിക്കലി എന്താ സംഭവിക്കുക, 1 സെക്കൻഡ് ഡിലേയിൽ ഇത് ഹൈ ആവും ലോ ആവും, ഹൈ ആവും ലോ ആവും, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കും. ഇതാണ് നമ്മുടെ അതിനെ ഔട്ട്പുട്ട് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ ആ ഒരു പിന്നിലേക്ക് നമ്മളൊരു LED കണക്ട് ചെയ്താൽ അതെന്താവും, അത് ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് ആയിക്കൊണ്ടിരിക്കും. 1 സെക്കൻഡ് ഡിലേ അനുസരിച്ച് ഓൺ ആൻഡ് ഓഫ് ആയിക്കൊണ്ടിരിക്കും. ഒരു സിമ്പിളായിട്ടുള്ള കോഡാണിത്. ഓക്കെ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിനെ എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. ജസ്റ്റ് Ctrl+S അടിച്ചാൽ മതി, സേവ് ആകും. സേവ് ആയിട്ട് നമ്മളിത് ബിൽഡ് ചെയ്യണം.
ബിൽഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഹെക്സ് ഫയൽ, കാരണം ഇതിനകത്തൊരു ഹെക്സ് ഫയലാണ് നമ്മളെപ്പോഴും മൈക്രോ കൺട്രോളറിലേക്ക് ഫ്ലാഷ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വേറെ ഫയൽസ് ഒന്നും എടുത്ത് ഫ്ലാഷ് ചെയ്യാൻ പറ്റില്ല. മൈക്രോ കൺട്രോളറിൽ ഫ്ലാഷ് ചെയ്യുന്നത് ഒരു ഹെക്സ് ഫയലാണ്, ഡോട്ട് ഹെക്സ് എന്നുള്ള ഒരു ഫയലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഫയൽ ഉണ്ടാക്കണം. അതിനാണ് ആ ബിൽഡിങ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ബിൽഡ് എടുത്തിട്ട് ബിൽഡ് എന്നുള്ള ഓപ്ഷൻ മേളിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ബിൽഡ് സൊല്യൂഷൻ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബിൽഡിംഗ് നടക്കും. മറ്റ് എററുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ബിൽഡ് ഫിനിഷ്ഡ് എന്നുള്ള കാണിക്കും. താഴെ നിങ്ങൾക്ക് കാണാം, അവിടെ വരുന്നുണ്ട് ഫിനിഷ്ഡ് ബിൽഡിംഗ് 1 സക്സീഡഡ്, എവറിത്തിങ് ഈസ് അപ് ടു ഡേറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കി കഴിയുമ്പോൾ നമ്മളറിയാം, നമ്മുടെ ഡെസ്ക്ടോപ്പിലാണ് ഇത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. GPIO ഔട്ട്പുട്ട് എന്നുള്ള ഈ ഫോൾഡറിലാണ് കിടക്കുന്നത്. ആ ഫോൾഡറിൽ ചെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് GPIO ഔട്ട്പുട്ട് എന്നുള്ളൊരു ഫോൾഡർ കാണാം. അതിൻ്റെ ഉള്ളിൽ ഡീബഗ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ കാണാം. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ കിടപ്പുണ്ട് ആ ഹെക്സ്. നമ്മൾ എഴുതിയ കോഡിൻ്റെ ഹെക്സ് ഫയൽ ബിൽഡ് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് കിടപ്പുണ്ട് അല്ലേ. ഇനി ഈ ഫയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് മൈക്രോ കൺട്രോളറിലേക്ക് ഫ്ലാഷ് ചെയ്ത് ഇതിനെ വർക്ക് ചെയ്യിക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ തൽക്കാലം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സിമുലേഷൻ കാണിക്കാം. അതായത് ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു സിമുലേഷൻ കാണിക്കാം. നമ്മളൊരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. ചെറിയൊരു സോഫ്റ്റ്വെയർ ആണ്, സിമുൽ ID എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ ആണ്. ഇലക്ട്രോണിക്സിൻ്റെ ബേസിക് കാര്യങ്ങളെല്ലാം സിമുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് വേറെ സോഫ്റ്റ്വെയറുകളുണ്ട്, വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റ്ലി സോഫ്റ്റ്വെയർ ഉണ്ട്. പ്രോട്ടിയസ് 8 ISIS പ്രോട്ടിയസ്, അത് ഭയങ്കര കോസ്റ്റ്ലി സോഫ്റ്റ്വെയർ ആണ്. അത് നമുക്ക് ഒരു സ്റ്റുഡൻറ്റ് രീതിയിൽ എടുക്കാൻ സാധിക്കില്ല. മാത്രമല്ല അത് ക്ലോസ്ഡ് ആണ്, വെൻഡർ ലോക്ക്ഡ് ആയുള്ള സോഫ്റ്റ്വെയർ ആണ്. ഇതൊരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്, സിമുൽ ID. ജസ്റ്റ് അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റലേഷൻ ഒന്നും വേണ്ട, ജസ്റ്റ് ഫോൾഡർ അൺസിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ആ ഫോൾഡറിൻ്റെ ഉള്ളിൽ simulid.ext എന്ന് പറഞ്ഞ് കാണാം. അത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു വിൻഡോ ഓപ്പണായി വരും. ഈ വിൻഡോയുടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ആവശ്യമുള്ള അത്യാവശ്യം ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം കിടപ്പുണ്ട് കണ്ടോ ലെഫ്റ്റിൽ. ഓക്കെ, നമുക്കിവിടെ വേണ്ടത് എന്താ, Atmega 328 ആണ്. നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ മൈക്രോ എന്നുള്ള ഓപ്ഷൻ, അതായത് മൈക്രോ കൺട്രോളർ എന്നുള്ള ഓപ്ഷനിൽ AVRൻ്റെ അടിയിൽ Atmega എന്നുള്ള ഓപ്ഷനുണ്ട്. Atmegയുടെ ഉള്ളിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും, 328 എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഇതാ ഇവിടെ കിടപ്പുണ്ട് 328. അതുമ്പോൾ ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് അതിനെ ഇവിടെ കൊണ്ടുവരണം. ഓക്കെ, ഡ്രാഗ് ചെയ്ത് ഇവിടെ ഇടുക. അതിന് ശേഷം നമുക്ക് ജസ്റ്റ് അതിനെ ഒന്ന് വലുതാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പിന്നുകളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ പിന്ന് ഏതാ, B5 ആണ് അല്ലേ. B5 ആണ്. നമുക്ക് എന്ത് ചെയ്യാം, അവിടേക്ക് നമുക്കൊരു LED എടുത്ത് കണക്ട് ചെയ്യാം അല്ലേ. ഒരു LED കണക്ട് ചെയ്ത് നോക്കാം. കാരണം ഇത് ഓൺ ഓഫ് ആകുമ്പോൾ LED ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോയെന്ന് അറിയാമല്ലോ. നമ്മൾ ജസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ എഗെയിൻ കാണാം LED ഔട്ട്പുട്ടിൻ്റെ അടിയിൽ LED അടിയിൽ LED കിടപ്പുണ്ട്. ഒരു LED എടുത്ത് വയ്ക്കുക. അതിന് ശേഷം ഇതിൻ്റെ ഈ നീളം കൂടിയ കാല് അല്ലെങ്കിൽ ലോങ്ങർ ലെഗാണ് അതിൻ്റെ പോസിറ്റീവ്. അത് ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ B5ലേക്ക് കണക്ട് ചെയ്യുക. B5ലേക്ക് കണക്ട് ചെയ്യുക. മറ്റേ എൻഡ് ഗ്രൗണ്ട് ചെയ്യാം. ഗ്രൗണ്ടും ഈ ലെഫ്റ്റ് സൈഡിൽ കിടപ്പുണ്ട്. അവിടെ നിന്ന് ഗ്രൗണ്ട് എടുക്കുക, ഇവിടെ വയ്ക്കുക. കാരണം ഗ്രൗണ്ട് ചെയ്തില്ലെങ്കിൽ ഇത് ബ്ലിങ്ക് ചെയ്യില്ല, കാരണം സർക്യൂട്ട് കംപ്ലീറ്റ് ആവില്ലല്ലോ. ചെയ്യുക. അത്രയും ആയിക്കഴിഞ്ഞാൽ കണക്ഷനായി. ഇനി നമുക്ക് ഈ മൈക്രോ കൺട്രോളറിലേക്ക് പ്രോഗ്രാം കയറ്റണം. നമ്മുടെ പ്രോഗ്രാം കിടപ്പുണ്ട്, ഹെക്സ് ഫയൽ എടുക്കണം. അപ്പോൾ അതിന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ലോഡ് ഫേംവെയർ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ആ ലോഡ് ഫേംവെയറിൽ പോവുക. നമ്മുടെ ഫോൾഡർ ഏതായിരുന്നു, നമ്മുടെ പ്രോഗ്രാം ചെയ്തിട്ടിരിക്കുന്ന ഫോൾഡർ GPIO എന്നുള്ള ഫോൾഡർ അല്ലേ. അപ്പോൾ അതിനകത്ത് GPIO കണ്ടുപിടിക്കാം. GPIO ഔട്ട്പുട്ട് എന്നുള്ള ഫോൾഡറുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ GPIO ഔട്ട്പുട്ട്, അതിൻ്റെ ഉള്ളിൽ ഡീബഗ്, അവിടെയായിരുന്നു നമ്മുടെ ഹെക്സ്, ഓർക്കുന്നുണ്ടല്ലോ. അതെടുക്കുന്നു. അത് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലിപ്പോൾ ആ കോഡ് കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഇതൊന്ന് സിമുലേറ്റ് ചെയ്യുക. വേറെ കണക്ഷനൊന്നും കൊടുക്കണ്ട. ഈ VCC ഗ്രൗണ്ട് ആ കണക്ഷനൊക്കെ ഓൾറെഡി ഇതിൻ്റെ ഇൻറ്റേർണലി കണക്റ്റഡ് ആണ്. നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട. ഓക്കെ, നമ്മൾ പിന്നെ നമ്മുടെ ഫ്രീക്വൻസി നമുക്ക് നോക്കാം. ഓൾറെഡി അത് 16 MHz കിടക്കുന്നത്. അതൊന്ന് ചെക്ക് ചെയ്തിട്ടേക്കുക. ഇത് വെറുതെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസ് എടുത്ത് കഴിയുമ്പോൾ അതിനകത്ത് 16 MHz എന്നുള്ള ക്ലോക്ക് ഫ്രീക്വൻസി ഉണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യുക, ക്ലോസ് ചെയ്യുക.
അപ്പോൾ അതിവിടെ കാണാം, 60 MHz. ഇനി നമ്മളൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം ഈ LED ഇവിടെ 1 സെക്കൻഡ് ഡിലേയിൽ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ ആ B5 എന്നുള്ള പിന്ന് ഔട്ട്പുട്ടാക്കി സെറ്റ് ചെയ്തു. അതിനെ 1 സെക്കൻഡ് ഡിലേയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്ലിങ്ക് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഒരു LED വെച്ചപ്പോൾ നമുക്കത് കാണാം. അപ്പോൾ അതാണ് GPIO പ്രോഗ്രാമിൻ്റെ ഒരു പിന്നിനെ ഔട്ട്പുട്ട് ആകുന്ന ഭാഗം. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.